ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അടിമാലി വഴി ഇങ്ങനെ പോയപ്പോൾ ഈ വഴിയരിയിലൊക്കെ മുളയരി പായസം എന്ന് എഴുതി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കടയിൽ കയറി അവിടെ മുളയരി കിട്ടുമ്പോൾ അത് തിരക്കിയപ്പോൾ അവർ ഒരു പാക്കറ്റ് ഞങ്ങൾക്ക് തന്നു. 1/2 കിലോ 400 രൂപയാണ് അതിൻ്റെ വില. ഇത് ഒരു ആയുർവേദിക് മെഡിസിനൽ വിഭവമാണ്. വാദസംബന്ധമായ കൈകാൽ വേദന, നടുവേദന, തളർച്ച, ശരീരക്ഷീണം, കണ്ണിനുണ്ടാകുന്ന നിശാന്തത എന്നിവയ്ക്കും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്കും അത്യുത്തമമാണ്. പിന്നെ നല്ലൊരു പ്രസവരക്ഷാ ഔഷധം കൂടിയാണെന്നാണ് പറയുന്നത്. പ്രസവശേഷം വയർ ചുരുങ്ങി വയറിനുള്ളിലെ മുറിവുകൾ ഉണങ്ങി ശരീരം ഉറച്ച് നല്ല ബലമുള്ളതായി മാറുന്നു. അപ്പോൾ ഇത് ശരീരത്തിന് നല്ല ഒരു ഗുണമുള്ള ഒരു അരിയാണ്. നമുക്ക് കഞ്ഞി വെച്ചോ പൊടിച്ച് ദോശ ഉണ്ടാക്കിയോ ഉപ്പുമാവൊക്കെ ആയിട്ട് കഴിക്കാമെന്നാണ് ഇവർ പറയുന്നത്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ ബാംബു റൈസ് വെച്ച് ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ അവരോട് ഇതിൻ്റെ റെസിപ്പിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് 24 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം വേണം കുക്കറിൽ ഒരു 5 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ഇന്ന് ചെയ്യാൻ വേണ്ടി ഇന്നലെ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച മുളയരിയാണിത്. കണ്ട, നമുക്കിനി ഇത് കുക്കറിൽ ഇട്ട് ഒരു 5 വിസിൽ അടുപ്പിച്ച് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പായസം ചെയ്യാൻ തുടങ്ങാം. ഇത് നല്ലപോലെ കഴുകി ഇതിൻ്റെ അരിച്ചെടുക്കണം. കാരണം ചെറിയ പൊടി കല്ലുകൾ കാണും. ഇത് ഞാൻ ഇന്നലെ അരിച്ച് കഴുകി വെച്ചിരുന്നതാണ്. നമ്മൾ രാവിലെ വെക്കണമെങ്കിൽ രാത്രി ആകുമ്പോൾ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുത്ത് വേറെ വെള്ളത്തിലിടണം കേട്ടോ. അങ്ങനെ രാത്രി ഞാൻ വെള്ളം മാറ്റി ഇട്ടിരുന്നതാണിത്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഈ പായസം ചെയ്യാനായിട്ട് വേണ്ട മറ്റു ചേരുവകൾ ഞാനൊരു 1.25 കപ്പ് മുളയരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു 400 ഗ്രാം ശർക്കര വേണം. അപ്പോൾ ഒരു 400 ഗ്രാം ശർക്കര ഉരുക്കിയതാണിത്. പിന്നെ ഒരു 2.5-3 തേങ്ങയുടെ, ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. 3 തേങ്ങയുടെ പാല്, 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. പിന്നെ അല്പം കിസ്മിസും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും നമുക്ക് നെയ്യിൽ വറുത്തിടണം. പിന്നെ അല്പം ഏലക്കാപ്പൊടിയും വേണം. അപ്പോൾ ഇത്രയും ചേരുവകൾ വെച്ചാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ മുളയരി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തണുക്കണ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം. അല്പം വെള്ളം ഒഴിച്ചേക്കാം, അല്ലെങ്കിൽ അടിക്കണം. മുളയരി വേവിച്ച് തണുത്തതിന് ശേഷം മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തതാണ്. കണ്ടോ, ഇത് വെച്ചാണ് നമ്മൾ പായസം ചെയ്യാൻ പോകുന്നത്. പായസം ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ച് നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഈ മുളയരി അരച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് വറ്റിച്ചെടുക്കാം. നല്ല രുചിയുള്ള പായസമാണ് കേട്ടോ. ഞാനിതിന് മുൻപ് ഇതിൻ്റെ ഒരു കപ്പെടുത്ത് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ശർക്കരപ്പാനി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ച് ഒരു 1-2-3 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മുളയരി അരച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കൈയെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. കട്ടയൊക്കെ ഒന്ന് അലുത്ത് ഈ മുളയരിയുടെ ജലാംശം ഒന്ന് പറ്റിക്കഴിയുമ്പോൾ വേണം നമുക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ശർക്കരപ്പാനിയിൽ അലിപ്പിച്ചെടുക്കണം. അടിക്ക് പിടിക്കാണ്ട് സൂക്ഷിച്ചോളണം കേട്ടോ. അടിക്ക് പിടിച്ചാൽ പായസത്തിൻ്റെ ടേസ്റ്റ് പോവും. കൈയെടുക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ശർക്കരപ്പാനിയിൽ കിടന്ന് നമ്മുടെ മുളയരി നല്ല കുറുകിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടോ, പൊട്ടിത്തെറിക്കണമല്ലോ, നേരത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ തീ അല്പം കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. നമുക്കിനി 3-ാം പാല് ചേർത്ത്. ഇനി 3-ാം പാൽ ഒഴിച്ച് ഇതുപോലെ തിളച്ച് ഒന്നുകൂടി പറ്റി കഴിയുമ്പോൾ വേണം നമ്മൾ 2-ാം പാല് ചേർത്ത് കൊടുക്കാൻ. ഒരുമിച്ച് പാലെല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്. നമുക്കിനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം.
ഇനി രണ്ടാം പാലൊഴിച്ച് കുറുകി വന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് ഏലക്കാപ്പൊടിയും ഇട്ട് ഇറക്കാം. അതിന് ശേഷം അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ നമുക്ക് വറുത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഈ മുളയരി നമുക്ക് നമ്മുടെ സാധാരണ കടകളിലൊന്നും കിട്ടാൻ വഴിയില്ല. അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലുള്ള ഏതെങ്കിലും കടകളിൽ, അല്ലെങ്കിൽ വയനാടുള്ള ഏതെങ്കിലും കടകളിൽ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ കാണും. അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് വരുത്തേണ്ടി വരും. സാധാരണ കടകളിലൊക്കെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ വാങ്ങിച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. ഇതും തിളച്ചൊന്ന് കുറുകണം, എന്നാലേ നമുക്ക് ഫസ്റ്റ് പാൽ ഒഴിക്കാൻ പറ്റും. ഇതാ നമ്മുടെ പായസം കുറുകി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കാം. ഒരു 1.25 സ്പൂണോളം ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. പിന്നെ തിളപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്യും, തീ ഓഫ് ചെയ്യും. ജസ്റ്റ് ഒരു നിറ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും വറുത്തിടാനായിട്ട് ഒരു പാൻ അടപ്പത്ത് വയ്ക്കാം. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഈ തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുത്താൽ മതി. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ മൂട്ടിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങയൊക്കെ ഇങ്ങനെ വീർത്ത് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ടാലും മതി കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ നമ്മുടെ മുളയരി പായസം റെഡി. ഇതാ നമ്മുടെ മുളയരി പായസം റെഡി ആയിട്ടുണ്ട്. ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഈ പായസം ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. മുളയരി ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുമായിരിക്കും. എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് നിങ്ങൾ ഈ മുളയരി പായസം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.